ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലത്തെ ബേസിക് സയൻസിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സീഡ് ഓഫ് ലൈഫ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടാണിത്. ഇതോടുകൂടി നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്? അതായത് മോഡ് ഓഫ് സീഡ് ഡിസ്പേഴ്സലും അതേപോലെ തന്നെ അഡാപ്റ്റേഷനൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ടോപ്പിക്കായിരുന്നു അത്. അപ്പോൾ അതെല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് വെറൈറ്റി ഇൻ ലീവ്സ്. അപ്പോൾ ഇവിടെ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. 2 ഇലകളുടെ ചിത്രമാണ്, ലീവ്സിൻ്റെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ രണ്ടും നന്നായിട്ട് നോക്കിക്കേ. ആദ്യത്തെ ചിത്രം അല്ലേ, ആദ്യത്തെ പിക്ചർ എന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ള പ്ലാവിൻ്റെ ഒക്കെ ഇല പോലെ ഇരിക്കുന്ന ഒന്നാണ്. അതായത് അതിൻ്റെ നടുവിലൂടെ പോകുന്ന സിര നമ്മളുടെ ഞരമ്പ് പോലെ തന്നെ ഇലകളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതിനെ നമ്മൾ സിര എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ആദ്യത്തെ ചിത്രത്തിൽ അതിൻ്റെ ആ ലീഫിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരു കുറച്ച് കട്ടിയുള്ളൊരു സിര പോകുന്നുണ്ട്. പിന്നെ അതിന് ആയിട്ട് ബ്രാഞ്ചസ് ആയിട്ട് മറ്റു കുറേ എണ്ണം ഉണ്ട് ഇതേപോലെ. ഓക്കെ, പക്ഷേ രണ്ടാമത്തെ ലീവ്സ് ഒന്ന് നോക്കിക്കേ. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സമാന്തരമായിട്ട്, അതായത് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തൊടുന്നില്ല, എല്ലാം ഒരേ രീതിയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇങ്ങനെ സിരകൾ ഇങ്ങനെ പോകുന്നുണ്ട്. അവർ കൂട്ടിയൊന്നും മുട്ടുന്നില്ല, ഇങ്ങനെ നമ്മൾ സ്കെയിൽ കൊണ്ട് വരച്ച പോലെ ഇങ്ങനെ നേരെ ആയിട്ട് കുറേ സിരകൾ നമുക്കതിൽ കാണാൻ പറ്റും രണ്ടാമത്തതിൽ. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ പ്രത്യേകതകളുണ്ടാകുന്ന ഈ 2 ലീവ്സിൻ്റെയും പ്രത്യേകത എന്താണ്, ഇങ്ങനെയുള്ളതിൻ്റെ എന്തെങ്കിലും മറ്റ് പ്രത്യേകതകളുണ്ടോ ഒക്കെ നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ ഇവിടെ ചോദിച്ചതാണ് വാട്ട് ഈസ് റിമൈനിങ് ഇൻ ദീസ് ലീവ്സ് ദാറ്റ് ഹാവ് ലോസ്റ്റ് ദെയർ ഗ്രീൻ പാർട്ട്. അതായത് പച്ചപ്പുള്ള ഭാഗങ്ങൾ നഷ്ടപ്പെട്ട ഈ ഇലകളിൽ അവശേഷിച്ചിരിക്കുന്നത് എന്താണ്. അതായത് നമ്മൾ ഈ ലീവ്സൊക്കെ ഉണക്കിക്കഴിഞ്ഞാൽ, പിന്നെ ഏത് ലീവ്സും ആയിക്കോട്ടെ, ഉണക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പച്ച നിറമുള്ള ആ ഭാഗമൊക്കെ പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഈ സിരകളൊക്കെ നമുക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റും. പിന്നെന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് ത്രൂ ദീസ് പാർട്ട് വാട്ടർ ഈസ് ബ്രോട്ട് ടു ദ ലീഫ് ആൻഡ് ഫുഡ് ഈസ് ടേക്കൺ ഫ്രം ദ ലീവ്സ്. അപ്പോൾ ഈ സിരകളെ നമ്മൾ ഇംഗ്ലീഷിൽ വെയിൻ എന്ന് പറയും. നമ്മൾ ഞരമ്പ് പോലെ തന്നെ അതിനെന്താണ് പറയുക? വെയിൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ വെയിനിലൂടെയാണ്, നമ്മളുടെ ആ ഒരു സിരകളിലൂടെയാണ് ഇലകളിലേക്ക് വെള്ളം എത്തിക്കുന്നതും അതേപോലെ തന്നെ ഈ ഒരു ഇലയിൽ നിന്ന് ആഹാരം കൊണ്ടുപോകുന്നത് മറ്റെല്ലാ ഭാഗത്തേക്കും, ചെടീൻ്റെ മറ്റെല്ലാ ഭാഗത്തേക്കും കൊണ്ടുപോകുന്നതൊക്കെ തന്നെ ഈ ഒരു ഭാഗങ്ങളിലൂടെയാണ്, ഈ ഒരു സിരകളിലൂടെയാണ്, വെയിലൂടെയാണ്. മനസ്സിലായോ? അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലകളിൽ വെച്ചിട്ടാണ് ആഹാരം തയ്യാറാക്കുന്നത്, ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ഈ പ്ലാന്റ്സിൻ്റെ ലീഫിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആ ഫുഡ് പ്രിപ്പയർ ചെയ്ത ഫുഡ് എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നത് ഇങ്ങനത്തെ കുറേ സിരകൾ വഴിയാണ്, വെയിൻസ് വഴിയാണ്. ദീസ് ആർ ദ വെയിൻസ് ഓഫ് ദ ലീഫ്. വെയിൻസ് എന്ന് പറഞ്ഞാൽ സിര. ഓക്കെ, അപ്പോൾ ഇവയാണ് ഇലകളിലെ സിരകൾ എന്ന് പറയുന്നത്, വെയിൻസ് എന്ന് പറയുന്നത്. നമ്മളുടെ ശരീരത്തിൽ ഈ രക്തമൊക്കെ കൊണ്ടുപോകുന്നത് ഓരോരോ സിരകൾ വഴിയാണ്, ഓരോരോ ഞരമ്പുകൾ വഴിയാണ് അല്ലേ. അതേപോലെ തന്നെ ഈ ചെടികൾക്കും എന്തുണ്ട്? സിരകളുണ്ട്. ഓക്കെ, അതിൻ്റെ സിരൻ്റെ ഇംഗ്ലീഷാണ് വെയിൻ എന്ന് പറയുന്നത്. പിന്നെ ആർ ദ വെയിൻസ് അറേഞ്ച്ഡ് ഇൻ ദ സെയിം വേ ഇൻ ബോത്ത് ഓഫ് ദ ലീവ്സ്. ഈ 2 ലീവ്സിലും ഒരേപോലെയാണോ ഈ വെയിൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അല്ല, ആദ്യത്തേതിൽ നടുവിലൂടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരു നോഡ് എന്ന് പറയും, ഒരു ലീഫിൻ്റെ നോഡ് എന്ന് പറയും, ഒരറ്റത്തുനിന്ന് നോഡ് എന്ന് പറയും. അപ്പോൾ ഒരു നോഡ് മുതൽ മറ്റേ നോഡ് വരെ എന്താണ്, ഒരു കട്ടിയുള്ള ഒരു വെയിന് പോകുന്നുണ്ട്. പിന്നെ അതിൻ്റെ കുറേ ബ്രാഞ്ചസ് ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് ആദ്യത്തെ ലീഫ്. രണ്ടാമത്തതാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് പാരലായിട്ട് ഒരു നോഡ് മുതൽ മറ്റേ നോഡ് വരെ കുറേ സിരകൾ കൂട്ടിമുട്ടാത്ത രീതിയിൽ ഇങ്ങനെയുണ്ട് അല്ലേ. അപ്പോൾ ഒരേപോലെയല്ല ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലുക്ക് അറ്റ് ദ ഫസ്റ്റ് പിക്ചർ. യു ക്യാൻ സീ ഇൻ ദ മിഡിൽ ഓഫ് ദ ലീവ്സ് എ മെയിൻ വെയിൻ എക്സ്റ്റെൻഡിങ് ഫ്രം ദ നോഡ് ടു ദ ടിപ്പ്. അപ്പോൾ ഇവിടെ പറഞ്ഞതാണ് ആദ്യത്തെ ലീഫിൻ്റെ സെൻറ്ററിലൂടെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ളൊരു സിര ആദ്യം പോകുന്നുണ്ട്, ഒരു വെയിന് പോകുന്നുണ്ട്. അതായത് നമ്മുടെ ഇലൻ്റെ ഒരു നോഡ് മുതൽ അതിൻ്റെ ടിപ്പ് വരെ ഏറ്റവും മുകൾ ഭാഗത്തേക്കായിട്ട് സെൻറ്ററിലൂടെ ഒരു കുറച്ച് തിക്കായിട്ടുള്ള കുറച്ച് കട്ടിയുള്ള ഒരു വെയിന് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. നോഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഞെട്ടിൽ നിന്ന് അതിൻ്റെ ടിപ്പ് വരെ, ടിപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അറ്റം അല്ലെങ്കിൽ അഗ്രഭാഗം വരെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വെയിനുണ്ട്. മെനി സ്മോൾ ബ്രാഞ്ചസ് ദാറ്റ് കംസ് ഔട്ട് ഫ്രം ഇറ്റ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ ലൈക്ക് ദ ലിങ്ക് ഓഫ് എ നെറ്റ്.
പിന്നെ ഇവിടെ പറഞ്ഞതാണ് ആ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ആ ഒരു സെൻറ്ററിലൂടെ പോകുന്ന ആ ഒരു വെയിനെ തൊട്ടിട്ട് പിന്നെ എന്തുണ്ട്, അതിൽ നിന്ന് പുറപ്പെടുന്ന കുറേ ചെറിയ ചെറിയ ബ്രാഞ്ചസ് പോലെ പരസ്പരം ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്ന, അതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഒരു നെറ്റ് പോലെ. ഓക്കെ, നെറ്റ് അതായത് വലക്കണ്ണികൾ പോലെ നിൽക്കുന്ന കുറേ ചെറിയ ചെറിയ വെയിൻസ് അതിന് ചുറ്റുമായിട്ടുണ്ട്. ദിസ് ഈസ് കോൾഡ് റെക്ടിക്കുലേറ്റ് വെനേഷൻ. അപ്പം നന്നായിട്ട് ഓർത്തിരിക്കുക, റെക്ടിക്കുലേറ്റ് വെനേഷൻ എന്ന് പറയും. അതായത് ഇതേപോലെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വെയിന് സെൻറ്ററിലൂടെ ഉണ്ട്, പിന്നെ അതിനെ തൊട്ടിട്ട് കുറേ ചെറിയ ചെറിയ ബ്രാഞ്ചസ് പോലെ അല്ലെങ്കിൽ നെറ്റ് പോലെ പരന്ന് കിടക്കുന്ന കുറേ ചെറിയ ചെറിയ സിരകൾ. ഓക്കെ, ചെറിയ ചെറിയ വെയിൻസ് അതിന് ചുറ്റുമുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പിന്നെ എന്താണ്, റെക്ടിക്കുലേറ്റ് വെനേഷൻ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് നമ്മളുടെ പ്ലാവ്. ഓക്കെ, ജാക്ക് ഫ്രൂട്ട് ലീഫ്, അതേപോലെ മാംഗോ ലീഫ്, ഇതൊക്കെ തന്നെ എന്താണ്, ഇതേപോലെ തന്നെയാണ്. നിങ്ങളൊക്കെ ആ ഒരു ലീഫ് എടുത്ത് നോക്കിയാൽ മനസ്സിലാകും, സെൻറ്ററിലൂടെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ളൊരു പിന്നെ വെയിൻ ഉണ്ടാവും, അതിന് ചുറ്റും ഇതേപോലെ തന്നെ കുറേ ചെറിയ ചെറിയ വെയിനുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി രണ്ടാമത്തതാണ് നമ്മൾ നോക്കുന്നത്. ഇൻ ദ സെക്കൻഡ് പിക്ചർ did you see that all the veins in the leaf start from the nodes of the leaf and reach the tip in parallel without touching? This is called parallel venation. എന്നാൽ രണ്ടാമത്തെ ചിത്രത്തിലെ ഇലയിലെ ആ വെയിൻസ് ഒക്കെ എങ്ങനെയാണ്, എല്ലാം പരസ്പരം തന്നെ കൂട്ടിമുട്ടാതെ ഇലയുടെ ഒരു നോഡിൽ നിന്ന് മറ്റേ ടിപ്പ് വരെ ഭയങ്കര പാരലായിട്ട് സമാന്തരമായിട്ട് കൂട്ടിമുട്ടാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, പാരലൽ വെനേഷൻ എന്ന് പറയുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് എല്ലാം ഇങ്ങനെ കൂട്ടിമുട്ടാതെ ഒരു നോഡ് മുതൽ ആ ലീഫിൻ്റെ നോഡ് മുതൽ ടിപ്പ് വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, പാരലൽ വെനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ് ലീഫാണ് നമ്മളിവിടെ പഠിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് റെക്ടിക്കുലേറ്റ് വെനേഷനും രണ്ടാമത്തത് എന്താണ്, അതെ, പാരലൽ വെനേഷനുമാണ്. ഇനി ഈ ഒരു റെക്ടിക്കുലേറ്റ് വെനേഷൻ്റെയും പാരലൽ വെനേഷൻ്റെയും കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റെക്ടിക്കുലേറ്റ് വെനേഷനിൽ നമ്മൾ കാണുന്ന മിക്ക പ്ലാന്റ്സിൻ്റെ ലീവ്സും എന്താണ്, ഈ റെക്ടിക്കുലേറ്റ് വെനേഷനിൽ വരുന്നതാണ്. അതായത് റോസ്, തുളസി, പിന്നെന്താണ് ഹിബിസ്കസ്, ചെമ്പരത്തി, പപ്പായ, മാംഗോ, ജാക്ക് ഫ്രൂട്ട്, അതായത് മാവിൻ്റെ ഇലയും പിന്നെ അതേപോലെ പ്ലാവിൻ്റെ ഇലയൊക്കെ തന്നെ ഈ ഒരു റെക്ടിക്കുലേറ്റ് വെനേഷനിൽ വരുന്നതാണ്. റംബൂട്ടാൻ, പിന്നെ സപ്പോട്ട, ഇതൊക്കെ തന്നെ എന്താണ്, ഈ ഒരു റെക്ടിക്കുലേറ്റ് വെനേഷനിൽ വരുന്നതാണ്. ഇനി പാരലൽ വെനേഷനിൽ വരുന്നതാണ് ബാമ്പു, പിന്നെ കോക്കനട്ട്, നമ്മുടെ ഓലൻ്റെ അല്ലേ, ഓലയൊക്കെ അത് ഇതേപോലെയാണ് പിന്നെ പാരലലായിട്ടാണ് വരുന്നത്. പിന്നെ ബനാന, ഓക്കെ, വായൻ്റെ ഇല, പിന്നെ മെയ്സ്, വീറ്റ്, ഗോതമ്പ്, ഗ്രാസ്, പുല്ല്. നമ്മളുടെ പറമ്പിലെ മിക്ക പുല്ലുകളുടെയും, അതായത് കുറച്ച് നല്ല നീളമുള്ള ഇലകളുള്ള ഈ പുല്ലുകളുടെയൊക്കെ വെനേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, പാരലൽ വെനേഷൻ ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചിരിക്കുക, റെക്ടിക്കുലേറ്റ് വെനേഷൻ്റെയും പാരലൽ വെനേഷൻ്റെയും. Is there any relationship between the venation of leaves and the structure of their root? അതായത് ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്, ഇതേപോലെ ലീഫിൻ്റെ വെനേഷൻ തമ്മിലും അതേപോലെ തന്നെ എന്താണ് ഈ പ്ലാന്റ്സിൻ്റെ റൂട്ട് തമ്മിലും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. Examine and draw the picture of the root of the plant with reticulate venation and the plant with parallel venation. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞെന്താണ്, ഇങ്ങനെ റെക്ടിക്കുലേറ്റ് വെനേഷൻ ഉള്ളതും പാരലൽ വെനേഷൻ ഉള്ള ചെടികളുടെ റൂട്ട് ഒന്ന് ഒബ്സർവ് ചെയ്യാനാണ്. താഴെ ഒരു 2 ചിത്രം കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ ഇവിടെ. അപ്പോൾ ഇവിടെ ജാക്ക് ഫ്രൂട്ട് ട്രീൻ്റെയും അതായത് പ്ലാവിൻ്റെയും അതേപോലെ തന്നെ ഗ്രാസ് പ്ലാന്റ് പുല്ലിൻ്റെയും ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ ചിത്രത്തോടൊപ്പം തന്നെ എന്താണ്, അതിൻ്റെ വേരും അവിടെ കൊടുത്തിട്ടുണ്ട്. വേരൊന്ന് നിരീക്ഷിച്ച് നോക്കിക്കേ. ആദ്യം ജാക്ക് ഫ്രൂട്ട് ട്രീൻ്റെ വേരാണെങ്കിൽ അതിൻ്റെ സെൻറ്ററിലൂടെ സ്റ്റെമ്മ് മുതൽ അതിൻ്റെ വേര് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ താഴോട്ടേക്കൊരു നീളമുള്ള ഒരു വേര് പോകുന്നുണ്ട്. അതിൻ്റെ ബ്രാഞ്ചസ് ആയിട്ട് കുറേ റൂട്ടുകളുണ്ട്. പക്ഷേങ്കിൽ ഗ്രാസ് പ്ലാന്റ് ആണെങ്കിൽ നിറയെ ചെറിയ ചെറിയ കുഞ്ഞു വേരുകളാണ് അതിനുള്ളത്. വാട്ട് ഈസ് ദ സ്പെഷ്യൽ അബൌട്ട് ദ റൂട്ട് ഓഫ് ദ ജാക്ക് ഫ്രൂട്ട് ട്രീ? ഇപ്പോൾ ജാക്ക് ഫ്രൂട്ട് ട്രീൻ്റെ പ്ലാവിൻ്റെ വേരിൻ്റെ പ്രത്യേകത ഇവിടെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എ ലാർജ് റൂട്ട് ഗ്രോയിങ് ഡൗൺ ഫ്രം ദ സ്റ്റെം ഇൻ ദ റൂട്ട് സിസ്റ്റം ഓഫ് ജാക്ക് ഫ്രൂട്ട് ട്രീ. അപ്പോൾ ഇവിടെ ജാക്ക് ഫ്രൂട്ട് ട്രീൻ്റെ റൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റെമ്മ് മുതൽ താഴോട്ടേക്ക് നല്ല നീളമുള്ള അല്ലേ, കുറച്ച് വണ്ണമുള്ള റൂട്ട് വളർന്നു വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ചുറ്റുമായിട്ട് അതിൻ്റെ ബ്രാഞ്ചസ് പോലെ കുറേ റൂട്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതാണ് അവിടെ എഴുതേണ്ടത്. അതിനൊരു പേരുണ്ട്, എന്താണത്, ടാപ്പ് റൂട്ട് എന്നാണ് പറയുക. അതായത് സെൻറ്ററിലൂടെ കുറച്ച് വണ്ണുള്ള ഒരു വേര് പോകും, പിന്നെ അതിൻ്റെ ചുറ്റുമായിട്ട് എന്താണ്, ചെറിയ ചെറിയ വേരുകളും. നമ്മുടെ ആ ഒരു റെക്ടിക്കുലേറ്റ് വെനേഷൻ പോലെ തന്നെയാണ് ഇതിൻ്റെ റൂട്ടിൻ്റെയും പ്രത്യേകത അല്ലേ. ദിസ് ഈസ്
ടാപ്പ് റൂട്ട്. അപ്പോൾ ഇതിനെയാണ് ടാപ്പ് റൂട്ട് എന്ന് പറയുന്നത്. ആൻഡ് ദ അതർ സ്മോൾ റൂട്ട് ആർ ഗ്രോയിങ് ഫ്രം ദീസ് റൂട്ട്. അതായത് ബാക്കിയുള്ള ചെറിയ റൂട്ടുകളൊക്കെ ഇതിൽ നിന്ന് ഇങ്ങനെ ബ്രാഞ്ചസ് പോലെ അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ടാപ്പ് റൂട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇതേപോലെയാണ്. ലാർജ് റൂട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റെമ്മിൽ നിന്ന് താഴോട്ടേക്ക് വളരുന്നുണ്ട്. അതിന് ചുറ്റുമായിട്ട് എന്തുണ്ട്, ചെറിയ സ്മോൾ റൂട്ടും വളരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടാപ്പ് റൂട്ട് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മളുടെ ഈ ഒരു ഗ്രാസ് പ്ലാന്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ്, അതിൻ്റെ മെയിൻ സ്റ്റെമ്മിൽ നിന്ന് താഴോട്ടേക്ക് റൂട്ട് വളരുന്നത് എങ്ങനെയാണ്, എല്ലാം ഒരേപോലെ തന്നെ നാര് പോലെ ഫൈബറായിട്ടാണ് അതിൻ്റെ റൂട്ട് കാണപ്പെടുന്നത് അല്ലേ. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, ഫൈബ്രസ് റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ മിക്ക പുല്ലുകൾക്കും ഇതേപോലെ ഫൈബ്രസ് റൂട്ടാണ് കാണപ്പെടുന്നത്. ഇതേപോലെ നാര് പോലെ ഇങ്ങനെ ചുറ്റിലുമായിട്ട് ഒരു കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു റൂട്ട് അവിടെ ഉണ്ടാവില്ല. എല്ലാം ഒരേപോലെ ഇങ്ങനെ എന്താണ് പിന്നെ ചെറിയ ചെറിയ റൂട്ടായിട്ട് ഇങ്ങനെ പടർന്ന് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അവിടെ ഒരു ചോദ്യമുണ്ട്, ഈസ് ദെയർ എ ലാർജ് മെയിൻ റൂട്ട് ഇൻ ദ റൂട്ട് സിസ്റ്റം ഓഫ് ഗ്രാസ് പ്ലാന്റ്. ഇവിടെ ഗ്രാസ് പ്ലാന്റിന്, പുൽച്ചെടിക്ക് നമ്മുടെ ജാക്ക് ഫ്രൂട്ട് ട്രീൻ്റെ അതിലുള്ള ഒരു റൂട്ട് സിസ്റ്റം ആണുള്ളത്. ഒരു മെയിൻ റൂട്ട് ഈ ഒരു ഗ്രാസ് പ്ലാന്റിനുണ്ടോ? ഇല്ലല്ലേ, അതിന് മെയിൻ റൂട്ടൊന്നുമില്ല. എല്ലാ റൂട്ടും ഒരേപോലെ തന്നെ ഇങ്ങനെ വേര് പോലെ പടർന്നിരിക്കുകയാണ്. ഫൈബ്രസ് റൂട്ടാണ് ഈ ഒരു പുൽച്ചെടിക്കുള്ളത്. അപ്പോൾ അവിടെ ആൻസർ നോ എന്ന് എഴുതുക. പിന്നെ അവിടെ ആ ഒരു ബോക്സിൽ നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതിലാണ് പറയുന്നത് എന്താണ് ടാപ്പ് റൂട്ട് സിസ്റ്റം എന്താണ്, അതേപോലെ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്താണെന്നാണ് അവിടെ പറഞ്ഞിരുന്നത്. നന്നായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി, എ ടാപ്പ് റൂട്ട് സിസ്റ്റം ഈസ് എ റൂട്ട് സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് എ ടാപ്പ് റൂട്ട് ഗ്രോയിങ് ഡൗൺവേർഡ് ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റെം ആൻഡ് ദ ബ്രാഞ്ചിങ് റൂട്ട് ഗ്രോയിങ് ഫ്രം ഇറ്റ്. അപ്പോൾ ഇവിടെ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു മെയിൻ സ്റ്റെം ഉണ്ട്, അതിൻ്റെ ചുവട്ടിൽ നിന്ന് താഴോട്ടേക്ക് വളരുന്ന ഒരു തായ്വേരുണ്ട്. ഓക്കെ, അതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കുറേ ബ്രാഞ്ചസ് പോലെ ചെറിയ ചെറിയ വേരുകൾ കാണപ്പെടുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് റൂട്ടിനെയാണ് എന്ത് പറയുക, ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ടാപ്പ് റൂട്ട് എന്ന് പറഞ്ഞാൽ തായ്വേര് എന്നാണ്. ഒരു മെയിനായിട്ടുള്ളൊരു വേരുണ്ടാകും, കുറച്ചൊരു തിക്കായിട്ടുള്ള കുറച്ച് കട്ടിയുള്ള വേര്, അതിനെയാണ് ടാപ്പ് റൂട്ട് എന്ന് പറയുന്നത്. പിന്നെ ആ ടാപ്പ് റൂട്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ബ്രാഞ്ചസ് പോലെ കുറേ ചെറിയ ചെറിയ വേരുകളും വളരുന്നതിനെയാണ് നമ്മൾ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, യു ക്യാൻ സീ ദ ടാപ്പ് റൂട്ട് സിസ്റ്റം ഇൻ മാംഗോ ട്രീ ആൻഡ് ജാക്ക് ഫ്രൂട്ട് ട്രീ. അപ്പോൾ ഈ ടാപ്പ് റൂട്ട് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മാവ്, അതേപോലെ പ്ലാവ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, പിന്നെ റെക്ടിക്കുലേറ്റ് വെനേഷൻ്റെ എക്സാമ്പിളിൽ വരുന്നതൊക്കെ തന്നെ ഈ ഒരു ടാപ്പ് റൂട്ട് സിസ്റ്റത്തിലും വരുന്നതാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന ഈ തുളസി, പിന്നെ അതേപോലെ ഹിബിസ്കസ് ഒക്കെ എന്താണ് ഈ ഒരു ടാപ്പ് റൂട്ട് സിസ്റ്റത്തിൽ വരുന്നതാണ്. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഈസ് വൺ ഇൻ വിച്ച് മെനി ഫൈബർ ലൈക്ക് റൂട്ട് ഗ്രോ ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റെം. ഇനി ഇവിടെ ഫൈബ്രസ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ ഒരു മെയിൻ സ്റ്റെമ്മിൽ നിന്ന് അതിൻ്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന കുറേ നാരുകൾ പോലെ, ഫൈബർ പോലെ. ഈ ഫൈബറിൻ്റെ മലയാളമാണ് നാര് എന്നുള്ളത്. അപ്പോൾ ഈ നാരുകൾ പോലെയുള്ള ധാരാളം റൂട്ട് ചേർന്ന ഈ ഒരു റൂട്ട് സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പാരലൽ വെനേഷനിൽ വരുന്ന ലീഫ്, പാരലൽ വെനേഷനിൽ വരുന്ന അതിൻ്റെ റൂട്ടൊക്കെ എന്തിലാണ് വരുന്നത്, ഫൈബ്രസ് റൂട്ടിലായിരിക്കും വരിക. മിക്ക ഗ്രാസും ഇതേപോലെ ഫൈബ്രസ് റൂട്ട് സിസ്റ്റത്തിലാണ് വരുന്നത്. പിന്നെ ഇവിടെ ഫൈബ്രസ് റൂട്ട് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ നേരത്തെ പാരലൽ വെനേഷനിൽ വരുന്നതൊക്കെ ഈ ഒരു പിന്നെ എന്താണ് ഫൈബ്രസ് റൂട്ടിൻ്റെ എക്സാമ്പിളായിരിക്കും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളിൽ നമുക്ക് ബനാന പറയാം, അതേപോലെ തന്നെ കോക്കനട്ട്, പിന്നെ മെയ്സ്, ബാമ്പു, ഇതൊക്കെ തന്നെ എന്താണ് ഈ ഒരു ഫൈബ്രസ് റൂട്ട് സിസ്റ്റത്തിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചിരിക്കാൻ സിമ്പിളാണ്, റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ഈ റെക്ടിക്കുലേറ്റ് വെനേഷനിൽ വരുന്നത് ടാപ്പ് റൂട്ട് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിളും സെയിം ആണ്. അതേപോലെ ഫൈബ്രസ് റൂട്ട് സിസ്റ്റത്തിലും പിന്നെ പാരലൽ വെനേഷനിലും എന്താണ് ഈ ഒരു എക്സാമ്പിൾ സെയിം ആണെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത് ഈ ഒരു ടേബിൾ ഫിൽ ചെയ്യാനാണ്. എക്സാമിൻ ദ ലീവ്സ് ഓഫ് ദ പ്ലാന്റ്സ് ഇൻ യുവർ സറൗണ്ടിങ് ആൻഡ് ലിസ്റ്റ് ദ വെനേഷൻ ആൻഡ് റൂട്ട് സിസ്റ്റം. അപ്പോൾ താഴെ തന്നിരിക്കുന്ന കുറച്ച് പ്ലാന്റ്സിൻ്റെ പേരുണ്ട്. അപ്പോൾ അതിൻ്റെ വെനേഷൻ, അതായത് റെക്ടിക്കുലേറ്റ് വെനേഷനാണോ അതെ അല്ലെങ്കിൽ പാരലൽ വെനേഷനാണോ എന്ന് എഴുതണം. പിന്നെ റൂട്ട് സിസ്റ്റം ടാപ്പ് റൂട്ടാണോ ഫൈബ്രസ് റൂട്ടാണോ എന്ന് വേർതിരിച്ച് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഗ്രീൻ ഗ്രാം ആണ്. ഗ്രീൻ ഗ്രാം എന്ന് പറഞ്ഞാൽ ചെറുപയർ. അതിൻ്റെ ലീഫ് എങ്ങനെയാണ്, റെക്ടിക്കുലേറ്റ് വെനേഷനിലാണ് വരുന്നത്. അതായത് മെയിനായിട്ട് ലീഫിൻ്റെ നോഡ് മുതൽ ടിപ്പ് വരെ ഒരു മെയിനായിട്ടുള്ളൊരു വെയിൻ ഉണ്ടാവും. അതിന് ചുറ്റുമായിട്ട് നിരവധി ചെറിയ ചെറിയ വെയിനുകളും വരുന്നതാണ്
റെക്ടിക്കുലേറ്റ് വെനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെക്ടിക്കുലേറ്റ് വെനേഷനിൽ വരുന്നതൊക്കെ അതിൻ്റെ റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ടാപ്പ് റൂട്ട് ആയിരിക്കും. അത് ജസ്റ്റ് ഓർത്തിരുന്നാൽ തന്നെ ഒരു ടേബിൾ ഫില്ല് ചെയ്യാൻ സുഖമാണ്. അപ്പോൾ അവിടുത്തെ റൂട്ട് സിസ്റ്റം ഏതാണ്? ടാപ്പ് റൂട്ട് സിസ്റ്റമാണ്. ഇനി ഗ്രാസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതിൻ്റെ വെനേഷൻ എന്ന് പറയുന്നത് പാരലൽ വെനേഷനാണ്. അപ്പോൾ അതിൻ്റെ റൂട്ട് സിസ്റ്റം ഏതായിരിക്കും? ഫൈബ്രസ് റൂട്ട് ആയിരിക്കും. പാരലൽ വെനേഷനിൽ വരുന്നതൊക്കെ ഫൈബ്രസ് റൂട്ട് സിസ്റ്റമാണ് വരുന്നത് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ ജാക്ക് ഫ്രൂട്ട് ട്രീ, പ്ലാവിൻ്റെ വെനേഷൻ എന്ന് പറയുന്നത് റെക്ടിക്കുലേറ്റ് വെനേഷനാണ്. അപ്പോൾ ഏതായിരിക്കും റൂട്ട് സിസ്റ്റം? ടാപ്പ് റൂട്ട് സിസ്റ്റം ആയിരിക്കും. പിന്നെ കോക്കനട്ട് ട്രീൻ്റെ വെനേഷൻ എന്ന് പറയുന്നത് പാരലൽ വെനേഷനാണ്. അതിൻ്റെ ഓലയൊക്കെ അല്ലേ, അല്ലെങ്കിൽ അത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അത് ഉണ്ടായി വരുമ്പോൾ നമ്മൾ ഈ തേങ്ങ മുളപ്പിക്കാൻ വെക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ ലീഫ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും ഒരേ പാരലായിട്ട് അതിൻ്റെ നോഡ് മുതൽ ടിപ്പ് വരെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വെയിന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് പാരലൽ വെനേഷനിലാണ് വരുന്നത്. പിന്നെ അതിൻ്റെ റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഫൈബ്രസ് റൂട്ടാണ് വരുന്നത്. ഇനി അതിൻ്റെ തൊട്ട് താഴെ ഒരു ചോദ്യമാണ് ഫൈൻഡ് ഔട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വെനേഷൻ ആൻഡ് ദ റൂട്ട് സിസ്റ്റം. അപ്പോൾ ഈ ഒരു ടേബിൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും വെനേഷനും അതേപോലെ തന്നെ റൂട്ട് സിസ്റ്റവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടില്ലേ. അതായത് എല്ലാ പ്ലാന്റ്സിനും റെക്ടിക്കുലേറ്റ് വെനേഷനുള്ള എല്ലാ പ്ലാന്റ്സിനും എന്ത് റൂട്ട് സിസ്റ്റമാണ്? ടാപ്പ് റൂട്ട് സിസ്റ്റമാണ്. ഇനി എല്ലാ പാരലൽ വെനേഷനുള്ള പ്ലാന്റ്സിന് എന്ത് സിസ്റ്റമാണ്? ഫൈബ്രസ് റൂട്ട് സിസ്റ്റമാണ് വരുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് എല്ലാ പ്ലാന്റ്സും എന്ന് പറയാൻ പറ്റില്ല, കാരണം ചില പ്ലാന്റ്സ് എക്സെപ്ഷൻ കേസിൽ വരുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ടൊന്ന് നോക്കാം അത് ഏതാണെന്നൊക്കെ കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ മിക്ക പ്ലാന്റ്സും എന്താണ്? റെക്ടിക്കുലേറ്റ് വെനേഷനുള്ളത് ടാപ്പ് റൂട്ട് സിസ്റ്റത്തിലാണ് വരുന്നത്. അതേപോലെ പാരലൽ വെനേഷനുള്ളത് ഫൈബ്രസ് റൂട്ട് സിസ്റ്റവുമായിരിക്കും ആ ചെടികൾക്ക് ഉണ്ടാവുക. അപ്പോൾ ആൻസറായിട്ട് പറയാം പ്ലാന്റ്സ് വിത്ത് റെക്ടിക്കുലേറ്റ് വെനേഷൻ ഹാവ് ടാപ്പ് റൂട്ട് സിസ്റ്റം. അതേപോലെ ആൻഡ് ദ പാരലൽ വെനേഷൻ ഹാവ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. അടുത്ത താഴെയുള്ളൊരു പച്ച ബോക്സാണ് അതർ ടൈപ്പ് ഓഫ് റൂട്ട്. അതായത് ഇങ്ങനെയും ചില വേരുകൾ. അതായത് നമ്മളുടെ മനസ്സിലൊക്കെ ഇപ്പം വേരുകൾ പൊതുവേ മണ്ണിൻ്റെ അടിയിലേക്ക് വളരുന്നത് അല്ലേ, അങ്ങനെയാണ് നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേങ്കിൽ അങ്ങനെയല്ല, മണ്ണിൻ്റെ മുകളിലേക്കും അതായത് ചില പ്ലാന്റ്സിൻ്റെ ബ്രാഞ്ചസിൽ ഒക്കെ എന്തുണ്ടാവലുണ്ട്? വേരുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓൾസോ റൂട്ട് ആർ യൂഷ്വലി ഗ്രോൺ ഫ്രം റാഡിക്കൽ. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. സീഡ് ജെർമിനേഷൻ്റെ ആ ഒരു ഭാഗത്ത് റാഡിക്കിൾ വളർന്നാണ് അതൊരു വേരായിട്ട് മാറുന്നത്. സം റൂട്ട് ആർ ഫോംഡ് ഫ്രം സ്റ്റെം, ബ്രാഞ്ചസ് എക്സെട്ര. അതായത് ചില റൂട്ടുകൾ എവിടെ നിന്നൊക്കെ ഫോം ചെയ്യുന്നുണ്ട്? നമ്മളുടെ തണ്ടിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റെമ്മിൽ നിന്ന്, പിന്നെ ബ്രാഞ്ചസിൽ നിന്നൊക്കെ തന്നെ എന്താവുന്നുണ്ട്? ഫോം ചെയ്യുന്നുണ്ട്. ദേ ആർ പ്രോപ്പ് റൂട്ട്, സ്റ്റിൽ റൂട്ട് ആൻഡ് ക്ലിഞ്ചിങ് റൂട്ട്. അപ്പോൾ ഇതിൻ്റെ ചിത്രം ഒക്കെ തന്നെ നിങ്ങളുടെ അടുത്ത പേജിൽ കാണാൻ പറ്റും. അതൊന്ന് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നോക്കുക. ഈ പ്രോപ്പ് റൂട്ട് പൊതുവെ ഏത് ചെടികൾക്കൊക്കെയാണ് കാണപ്പെടുന്നതെന്ന് വെച്ചാൽ ആൽമരത്തിനൊക്കെ. ഈ ആൽമരത്തിൻ്റെ ബ്രാഞ്ചസിൽ നിന്ന്, കൊമ്പിൽ നിന്ന് ഇങ്ങനെ വള്ളികൾ പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ശരിക്കും എന്താണ്? അതൊരു റൂട്ടാണ്. അതായത് ഈ ഒരു ആൽമരത്തിന് അല്ലെങ്കിൽ അതിൻ്റെ ബ്രാഞ്ചസിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തരം റൂട്ടാണ് എന്തെന്ന് പറയുന്നത്? പ്രോപ്പ് റൂട്ട് എന്ന് പറയുന്നത്. ആൽമരത്തിനാണ് കാണപ്പെടുന്നത്. ഇനി അടുത്തതാണ് സ്റ്റിൽറ്റ് റൂട്ട്. സ്റ്റിൽറ്റ് റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കരിമ്പിനൊക്കെ ഉണ്ട്. അതായത് അതിൻ്റെ സ്റ്റെമ്മിൽ, ഏറ്റവും അടിഭാഗത്ത് സ്റ്റെമ്മിൽ നിന്ന് കുറച്ച് പ്രൊജക്റ്റ് ചെയ്തിട്ടൊരു വേര് പോലെ ഇങ്ങനെ മണ്ണിലേക്ക് നിൽക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റിൽറ്റ് റൂട്ട് എന്ന് പറയുന്നത്. അതേപോലെ പൈൻ ട്രീക്കൊക്കെ, കൈതച്ചെടിക്കൊക്കെ ഇത് കാണപ്പെടും. അത് ഇതേപോലെ ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മുടെ ഈ ഒരു മെയിൻ സ്റ്റെമ്മിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. ഇതും നമ്മുടെ ഈ ഒരു സ്റ്റെമ്മിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റൂട്ടും കാണപ്പെടുന്നതെന്ന് ഓർക്കുക. ഇനി അടുത്തത് ക്ലിഞ്ചിങ് റൂട്ട്. ക്ലിഞ്ചിങ് റൂട്ട് നമ്മൾ വേണ്ട ചെടിക്കൊക്കെ, അതായത് മരവാഴ, മരത്തിൻ്റെ മുകളിലൊക്കെ വളരുന്ന ചില ചെടികളെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ? എപ്പിഫൈറ്റ്സുകളെ കുറിച്ച്, വേണ്ട ഒക്കെ അല്ലേ, ഓർക്കിഡ്സൊക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വേരെന്ന് പറയുന്നത് എന്താണ്? ഈ മരത്തുമ്മൽ പറ്റിപ്പിടിച്ച് വളരാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് മോയ്സ്ചറൊക്കെ അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ ഇത് കാണപ്പെടുന്നത് ഇതേപോലെ എങ്ങനെ? മണ്ണിൻ്റെ അടിയിലല്ല, ഈ ഏതെങ്കിലും ചെടീൻ്റെ മുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. അവർക്കൊരു സ്പേസ് പോലെ പറ്റിപ്പിടിച്ച് വളരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ വേണ്ട. ഇനി അടുത്ത് നോക്കിക്കേ, ന്യൂമാറ്റോപോഴ്സ്. ന്യൂമാറ്റോപോഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് മറ്റേ ആ ഒരു പച്ച ബോക്സ് തന്നെ ഉണ്ട്, കറക്റ്റായിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, ന്യൂമാറ്റോപോഴ്സ് എന്നാണ് വായിക്കുന്നത്. അതിൻ്റെ സ്പെല്ലിങ് നോക്കിക്കേ, പി സൈലൻ്റ് ആണ്, ന്യൂമാറ്റോപോഴ്സ്. ഓക്കെ,
ആർ എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് റൂട്ട് ഫൗണ്ട് ഇൻ മാംഗ്രോവ്സ്. അപ്പോൾ ഈ ന്യൂമാറ്റോപോഴ്സിൻ്റെ മലയാളം എന്ന് പറയുന്നത് ശ്വസനവേര് എന്ന് പറയും. ഇത് പൊതുവെ കാണപ്പെടുന്നത് മാംഗ്രോവ്സിലാണ്. മാംഗ്രോവ്സ് എന്ന് പറഞ്ഞാൽ കണ്ടൽ ചെടികളിലൊക്കെയാണ് ഈ ഒരു ഇങ്ങനത്തെ വേരുകൾ കാണപ്പെടുന്നത്, ശ്വസന വേരുകൾ, ന്യൂമാറ്റോപോഴ്സ് കാണപ്പെടുന്നത്. ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആ വേരിൻ്റെ ടിപ്പ് അറ്റം എങ്ങോട്ടേക്കാണ്, അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കുകയാണ് ചെയ്യുന്നത്. മണ്ണിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് പോലെയാണ് കാണപ്പെടുന്നത്. കണ്ടില്ലേ? അതാണ് ഇവിടെ പറഞ്ഞത്, ദ ടിപ്പ് ഓഫ് ദീസ് റൂട്ട് റൈസ് ഫ്രം ദ സോയിൽ ഇൻ ടു അറ്റ്മോസ്ഫിയർ. അപ്പം അതിൻ്റെ ആ ഒരു വേരിൻ്റെ അറ്റം നമ്മളുടെ അറ്റ്മോസ്ഫിയറിലേക്ക്, സോയിലിൽ നിന്ന് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് പോലെയാണ് ഉള്ളത്. ദേ ആർ നോൺ ആസ് ബ്രീത്തിങ് റൂട്ട്. അപ്പോൾ ഇതിനെ എന്താണ് പറയുന്നത്? ബ്രീത്തിങ് റൂട്ട് എന്ന് പറയും. ന്യൂമാറ്റോപോഴ്സിന് ശ്വസന വേര് എന്ന് പറയും. ആസ് ദേ ഹെൽപ്പ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. അപ്പോൾ ഇതാണ് എന്തിന് സഹായിക്കുന്നത്? ഈ മാംഗ്രോവ്സിനൊക്കെ ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഓക്സിജന് ഉള്ളിലേക്ക് എടുക്കാനും അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടാനൊക്കെ സഹായിക്കുന്നത് ഈ ഒരു ന്യൂമാറ്റോപോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വേരുകളാണ്. അപ്പോൾ അത് നന്നായിട്ട് ഓർത്തിരിക്കുക. 1 വേർഡിനൊക്കെ അല്ലെങ്കിൽ 1 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എക്സാമിന്. അപ്പോൾ ഇത് പൊതുവേ മാംഗ്രോവ്സിലാണ് ന്യൂമാറ്റോപോഴ്സ് കാണപ്പെടുന്നത്. എന്തിനാണ് സഹായിക്കുന്നത്? ഗ്യാസ് എക്സ്ചേഞ്ചിനാണ് സഹായിക്കുന്നത്. അതിൻ്റെ വേരെങ്ങനെയാണ്? നമ്മളുടെ അന്തരീക്ഷത്തിലേക്ക്, അറ്റ്മോസ്ഫിയറിലേക്ക് ഉയർന്നു നിൽക്കുന്നത് പോലെയാണ്. വേരിൻ്റെ ടിപ്പ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് ഉയർന്നു നിൽക്കുന്നത് പോലെയാണ് കാണപ്പെടുന്നത്. അതേപോലെ തന്നെ ന്യൂമാറ്റോപോഴ്സിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, ബ്രീത്തിങ് റൂട്ട് എന്നും പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്ത ടോപ്പിക്കാണ് മോണോകോട്ട് പ്ലാന്റ്സ് ആൻഡ് ഡൈക്കോട്ട് പ്ലാന്റ്സ്. ഈ മോണോകോട്ട് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കോട്ടിൽഡൻ ഉള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോണോകോട്ട് പ്ലാന്റ് എന്ന് പറയുന്നത്. ഡൈക്കോട്ട് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ 2 കോട്ടിൽഡനുള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൈക്കോട്ട് പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത് മനസ്സിലാക്കാൻ, ഈ മോണോകോട്ട് പ്ലാന്റ്സും ഡൈക്കോട്ട് പ്ലാന്റ്സും ഒക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ സീഡ് മുളയ്ക്കുമ്പോൾ ഒരൊറ്റ ലീഫാണ് ഉണ്ടാവുന്നെങ്കിൽ, ആദ്യം തന്നെ ഈ സീഡ് മുളച്ച് വരുമ്പോൾ ഒരൊറ്റ ലീഫേ ഉള്ളെങ്കിൽ അത് മോണോകോട്ട് പ്ലാന്റ് ആണ്. എന്നാൽ 2 ലീഫ് ഉള്ള പ്ലാന്റ്സ്, അതായത് വിത്ത് മുളച്ച് വരുമ്പോൾ 2 ലീവ്സൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഡൈക്കോട്ട് പ്ലാന്റ്സ് എന്നും പറയും. അപ്പോൾ അതിനെക്കാട്ടിയും എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള വേറെ കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് നോക്കാം. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ദ ഡിഫറൻസ് ഇൻ റൂട്ട്, ലീഫ്, സ്റ്റെം ആൻഡ് നമ്പർ ഓഫ് കോട്ടിൽഡൻ ഇൻ ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2. അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് 1 എന്ന് പറയുന്നത് കോക്കനട്ട് ട്രീ ആണ്. ഗ്രൂപ്പ് 2 എന്ന് പറയുന്നത് ജാക്ക് ഫ്രൂട്ട് ട്രീ ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയാണ് നമ്മൾ ഈ ഒരു ടേബിളിൽ ഫില്ല് ചെയ്യേണ്ടത് അല്ലേ. ആദ്യം നോക്കിക്കേ, പ്ലാന്റ് പാർട്ട്, അതിൽ റൂട്ട് കൊടുത്തിട്ടുണ്ട്. റൂട്ടിൽ നമുക്കറിയാം കോക്കനറ്റിൻ്റെതാണെങ്കിൽ എങ്ങനെയായിരുന്നു? ഫൈബ്രസ് റൂട്ടാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. എന്നാൽ ജാക്ക് ഫ്രൂട്ടിൻ്റേത് വരുമ്പം ടാപ്പ് റൂട്ട് സിസ്റ്റമാണ് അല്ലേ. ഇനി അടുത്തത് സ്റ്റെമ്മ് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു തെങ്ങിൻ്റെത്, അതിനെന്തെങ്കിലും ബ്രാഞ്ചായിട്ട് വരുന്നുണ്ടോ? ഇല്ലല്ലേ, ഒരു നീണ്ട സ്റ്റെമ്മാണ്, അതിനൊരു ബ്രാഞ്ചസും തെങ്ങിന് വരുന്നില്ല, അതുകൊണ്ട് അൺബ്രാഞ്ച്ഡ് എന്ന് എഴുതുക. എന്നാൽ ഗ്രൂപ്പ് 2 നമ്മളുടെ ഈ പ്ലാവിനൊക്കെ നമുക്ക് നല്ലതുപോലെ ബ്രാഞ്ചസ് കാണാം അല്ലേ. അതായത് മെയിൻ സ്റ്റെമ്മിൽ നിന്ന് കുറേ ബ്രാഞ്ചസ് ആയിട്ട് നിറയെ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ശാഖകൾ, കുറേ ശാഖകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിന് അവിടെ ഗ്രൂപ്പ് 2 എന്താണ്? ബ്രാഞ്ച്ഡ് എന്ന് എഴുതുക. ഇനി ലീഫിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ തെങ്ങിൻ്റെ ലീഫ് എങ്ങനെയായിരുന്നു? പാരലൽ വെനേഷനാണ്. എന്നാൽ നമ്മളുടെ പ്ലാവിൻ്റെ, ജാക്ക് ഫ്രൂട്ട് ട്രീൻ്റെ ലീഫ് എന്ന് പറയുന്നത് റെക്റ്റിക്കുലേറ്റ് വെനേഷനാണ്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ നമ്പർ ഓഫ് കോട്ടിൽഡന് തെങ്ങിനാണെങ്കിൽ ഒരൊറ്റ കോട്ടിൽഡനാണ് വരുന്നത്. എന്നാൽ പ്ലാവിനാണെങ്കിലോ 2 കോട്ടിൽഡനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യേണ്ടത്. ഈ നമ്പർ ഓഫ് കോട്ടിൽഡൻ്റെ നമ്മൾ പല കാര്യങ്ങളും വെച്ച് നോക്കും. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു സീഡ് മുളച്ച് വരുന്ന ലീഫ് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് കോട്ടിൽഡൻ്റെ എണ്ണം നോക്കാം. അതായത് ഒരൊറ്റ ലീഫാണ് ആദ്യമായിട്ട് മുളച്ച് വരുമ്പോൾ ഉണ്ടാവുന്നെങ്കിൽ അത് മോണോകോട്ട് എന്ന് പറയും. മോണോ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ മോണോകോട്ട് എന്ന് പറയും. പിന്നെ മുളച്ച് വരുമ്പോൾ 2 ലീഫായിട്ടാണ് ഒരു സീഡിൽ നിന്ന് ഒരു തൈ മുളച്ച് വരുന്നെങ്കിൽ അതിന് ഡൈക്കോട്ട് എന്ന് പറയും. ഡൈ എന്ന് പറഞ്ഞാൽ 2 എന്നാണ് അർത്ഥം. ഇതൊക്കെ നിങ്ങൾ വലിയ ക്ലാസ് പഠിച്ചോളും. അതിന് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന നോക്കിക്കേ, പ്ലാന്റ്സ് ഷോ ഇൻ ഫിഗർ 4.13, അതായത് കോക്കനറ്റിൻ്റെത്, ഹാവ് ഓൺലി 1 കോട്ടിൽഡൻ. അതിൽ നമ്മൾ പറഞ്ഞു ഒരൊറ്റ കോട്ടിൽഡനെ തെങ്ങിനുള്ളൂ.
സച്ച് പ്ലാന്റ്സ് ആർ കോൾഡ് മോണോകോട്ട് പ്ലാന്റ്. അതായത് അങ്ങനത്തെ പ്ലാന്റിനെയാണ് നമ്മൾ മോണോകോട്ട് പ്ലാന്റ് എന്ന് പറയുക. മോണോ എന്ന് പറഞ്ഞാൽ ഒന്നെന്നാണ്, അത് ഒരൊറ്റ കോട്ടിലുള്ള ചെടികളെയാണ് നമ്മൾ മോണോകോട്ട് പ്ലാന്റ്സ് എന്ന് പറയാം. വാട്ട് ക്യാൻ വി കോൾ പ്ലാന്റ്സ് വിത്ത് 2 കോട്ടിൽഡൻ? അങ്ങനെയെങ്കിൽ 2 കോട്ടിൽഡനുള്ള പ്ലാന്റിന് നമ്മൾ എന്ത് പറയും? ഡൈ കോട്ടിൽഡൻ എന്ന് പറയും കേട്ടോ. ഡൈ എന്ന് പറഞ്ഞാൽ 2 എന്നാണ് അർത്ഥം വരുന്നത്. ഡൈ കോട്ടിൽഡൻ അല്ലെങ്കിൽ ഡൈ കോട്ട് എന്ന് പറയും. അതിന് ഷോർട്ടാക്കി കോട്ടിൽഡൻ്റെ ഷോർട്ടാക്കി ഡൈ കോട്ട് എന്ന് പറയും. ഓക്കെ, മോണോകോട്ടും അതേപോലെ ഡൈ കോട്ടും. ഫൈബ്രസ് റൂട്ട്, അൺബ്രാഞ്ച്ഡ് സ്റ്റെം ആൻഡ് ലീവ്സ് വിത്ത് പാരലൽ വെനേഷൻ ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോണോകോട്ട് പ്ലാന്റ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ആ ഒരു ടാബിളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ മോണോകോട്ട് പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ഫൈബ്രസ് റൂട്ട് ആയിരിക്കും. അതേപോലെ സ്റ്റെം എന്ന് പറയുന്നത് അൺബ്രാഞ്ച്ഡ് ആയിരിക്കും, ബ്രാഞ്ച് ഒന്നും ഇല്ലാതെ, അതായത് ശാഖകളൊന്നും ഇല്ലാതെ ഒരു നീണ്ടങ്ങ് പോകുന്നത്. ഇപ്പോൾ ബനാനയൊക്കെ അല്ലേ, വാഴയൊക്കെ എങ്ങനെയാണ്, അതിന് ബ്രാഞ്ച് ഉണ്ടോ? ഇല്ലല്ലേ, ഒരൊറ്റ സ്റ്റെമ്മ് അത് നീണ്ടു പോയിട്ട് അവിടുന്ന് പിന്നെ ലീഫൊക്കെ ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. പിന്നെ ലീഫിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പാരലൽ വെനേഷൻ ആയിരിക്കും. അപ്പോൾ ഇതാണ് മോണോകോട്ട് പ്ലാന്റിൻ്റെ പ്രത്യേകത. മറക്കരുത്, നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതൊന്ന് കണക്ട് ചെയ്താൽ മതി. ഫൈബ്രസ് റൂട്ടാണ്, അതേപോലെ പാരലലാണ്, പിന്നെ അൺബ്രാഞ്ച്ഡ് ആയിരിക്കും. ഇതാണ് മോണോകോട്ട് പ്ലാന്റിൻ്റെ പ്രത്യേകത. എന്നാൽ ഡൈകോട്ട് പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടാപ്പ് റൂട്ട് സിസ്റ്റം ആയിരിക്കും ഉണ്ടാവുക, അതേപോലെ തന്നെ ബ്രാഞ്ച്ഡ് ആയിരിക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ജാക്ക് ഫ്രൂട്ട് ട്രീ അല്ലെങ്കിൽ മാവ്, അതൊക്കെ എന്താണ്, നല്ല ബ്രാഞ്ചസ് ഉണ്ടാവും, നല്ല ശാഖകൾ ഉണ്ടാകും. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെക്കുക, ടാപ്പ് റൂട്ട് സിസ്റ്റം ആയിരിക്കും, ബ്രാഞ്ച്ഡ് ആയിരിക്കും, അതേപോലെ അതിൻ്റെ ലീഫ് എന്ന് പറയുന്നത് റെക്റ്റിക്കുലേറ്റ് വെനേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇതാണ് ഡൈകോട്ട് പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ 2 കാര്യങ്ങൾ മാറിപ്പോവരുത്. ഓക്കെ, നന്നായിട്ട് പഠിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ പാരലൽ വെനേഷനും അതേപോലെ നമ്മളുടെ ഫൈബ്രസ് റൂട്ടിൻ്റെ ഇതിനൊക്കെ നമ്മൾ കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് പഠിച്ചത്. അത് തന്നെയാണ് മോണോകോട്ട് പ്ലാന്റിനും വരുന്നതെന്ന് ഓർത്തിരുന്നാൽ മതി. കോക്കനട്ട്, ബനാന, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ ബാമ്പു, ഇതൊക്കെയാണ് ഈ ഒരു പിന്നെ മോണോകോട്ട് പ്ലാന്റിന് വരുന്നതെന്ന് ഓർത്തിരിക്കുക. ഡൈകോട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ടാപ്പ് റൂട്ടിൽ പറഞ്ഞത്, അതേപോലെ റെക്റ്റിക്കുലേറ്റ് വെനേഷനിൽ പറഞ്ഞതൊക്കെ കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ ആണല്ലോ. അത് തന്നെയാണ് ഡൈകോട്ടിലും വരുന്നത്. ജാക്ക് ഫ്രൂട്ട് ട്രീ, മാംഗോ, പിന്നെന്തായിരുന്നു നമ്മൾ പറഞ്ഞത്, അങ്ങനത്തെ കുറേ എണ്ണം പറഞ്ഞിട്ടില്ലായിരുന്നു. അത് തന്നെയാണ് ഈ ഒരു ഡൈകോട്ട് പ്ലാന്റിൽ വരുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഡൈകോട്ട് പ്ലാന്റും അതേപോലെ മോണോകോട്ട് പ്ലാന്റൊക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തതാണ്, വി ക്യാൻ സീ സം പ്ലാന്റ്സ് ഇൻ അവർ സറൗണ്ടിങ് വിച്ച് ഡു നോട്ട് ഷോ എനി സച്ച് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റൂട്ട് ആൻഡ് ലീഫ്. അപ്പോൾ ഇവിടെ മുകളിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അതായത് പിന്നെ ലീഫിൻ്റെ ചില വെനേഷൻസ്, പാരലൽ വെനേഷനുള്ള ലീഫൊക്കെ തന്നെ അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഫൈബ്രസ് റൂട്ടാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഈ റെക്റ്റിക്കുലേറ്റ് വെനേഷനിലെ ലീഫൊക്കെ തന്നെ അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ടാപ്പ് റൂട്ട് സിസ്റ്റമാണെന്നും പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ തെറ്റിച്ചുകൊണ്ട് ചില ആൾക്കാരുണ്ട്. ഇതൊന്നുമല്ല, അതായത് ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ടാരോ എന്ന് പറഞ്ഞാൽ ചേമ്പ്, അതേപോലെ യാം എന്ന് പറഞ്ഞാൽ ചേന. അപ്പോൾ ഇതിനൊക്കെ നമുക്കറിയാം അതിൻ്റെ ലീഫ് എന്ന് പറയുന്നത് റെക്റ്റിക്കുലേറ്റ് വെനേഷനാണ്. അതായത് സെൻറ്ററിലൂടെ ഒരു നീളത്തിൽ അതിൻ്റെ നോഡ് മുതൽ അതിൻ്റെ ടിപ്പ് വരെ ഒരു പിന്നെ കുറച്ച് തിക്കായിട്ടുള്ള ഒരു വെയിൻ ഉണ്ട്. അതിന് ചുറ്റുമായിട്ട് നെറ്റ് പോലെയുള്ള പല വെയിൻസ് ഉള്ളത്. പക്ഷെങ്കിൽ അതിൻ്റെ റൂട്ട് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും, ഫൈബ്രസ് റൂട്ടും ആയിരിക്കും. അതായത് റെക്റ്റിക്കുലേറ്റ് വെനേഷൻ ഉള്ള ലീഫും റൂട്ട് പിന്നെ ഫൈബ്രസ് റൂട്ട് വരുന്നതുണ്ട്. അതേപോലെ ഈ രണ്ടും ചേനൻ്റെതും അതേപോലെ ചേമ്പിൻ്റെതൊക്കെ തന്നെ ഇതേപോലെ തന്നെയാണ്. അപ്പോൾ അതെന്താണ് ഇവിടെ നമ്മൾ പഠിച്ചത്, ചില എക്സെപ്ഷൻ കേസാണ് ഈ 2 എന്ന് പറയുന്നത്. ഇതിൻ്റെ അല്ലാതെ മറ്റ് എക്സാമ്പിൾസാണ് അലോക്കേഷ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ കാണപ്പെടുന്നതാണ്. ചേമ്പിൻ്റെ ഇല പോലെ തന്നെയാണ്, ചില ചെടികളുണ്ട് ഈ ചേമ്പിൻ്റെ ഇല പോലെ തന്നെ ഉള്ളത്, പക്ഷേ അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ഫൈബ്രസ് റൂട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളത് ഒന്ന് പഠിച്ചിരിക്കുക. അലോക്കേഷ്യയും പിന്നെ സ്മൈലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയുണ്ട്. ലാസ്റ്റ് ടോപ്പിക്കാണ് ടു പ്രൊട്ടക്റ്റ് ഫ്രം എക്സ്റ്റിൻഷൻ. നശിച്ചു പോവാതെ നമുക്ക് എങ്ങനെ ചില ചെടികളെ രക്ഷിക്കാനാവുമെന്ന് നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ദ പ്ലാന്റ് യൂസ്ഡ് ടു ബി പ്രസൻറ്റ് ഇൻ മെനി ഏരിയാസ് ആൻഡ് ആർ നൗ ഡിക്രീസിങ് ഇൻ നമ്പേഴ്സ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഈ ചെടികൾ, തുമ്പ ഒക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, പിന്നെ അതേപോലെ മുള്ളിലം. അപ്പം ഈ ഒരു ചെടികളൊക്കെ തന്നെ പണ്ട് കുറേ കാണലുണ്ടായിരുന്നു, പറമ്പിലൊക്കെ ആയിട്ട് നന്നായിട്ട് കാണലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഇങ്ങനെ
കാണൽ എന്താണ് കുറഞ്ഞു വന്നിട്ടുണ്ട്. വിച്ച് പ്ലാന്റ്സ് ആർ ഇൻ ഡിക്ലൈൻ ഇൻ യുവർ ലൊക്കാലിറ്റി ലൈക്ക് ദീസ്? അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ നാട്ടിൽ എണ്ണത്തിൽ കുറവ് സംഭവിച്ചിട്ടുള്ള ഈ ചെടികൾ ഏതൊക്കെയാണ്? അപ്പോൾ അവിടെ ഒന്ന് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഇവിടെയൊക്കെ പണ്ടൊക്കെ കൃഷ്ണകിരീടം നന്നായിട്ട് പറമ്പിലൊക്കെ കാണലുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോൾ ഇത് കാണൽ കുറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളുടെ പ്രദേശത്തൊക്കെ നിങ്ങളുടെ അമ്മമാരോടൊക്കെ ചോദിച്ചു നോക്കുക, ഇതേപോലെ ഏതൊക്കെ ചെടികളാണ് പണ്ട് കുറേ കണ്ടത് ഇപ്പോൾ കുറഞ്ഞു വന്ന ചെടികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു നോക്കുക കേട്ടോ. ഇനി അടുത്ത ലാസ്റ്റ് ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു ടേമാണ് എക്സ്റ്റിൻഷൻ. എന്താണ് ഈ എക്സ്റ്റിൻഷൻ എന്ന് പറഞ്ഞാൽ? എക്സ്റ്റിൻഷൻ ഈസ് ദ റിഡക്ഷൻ ഇൻ ദ പോപ്പുലേഷൻ ഓഫ് എൻ ഓർഗാനിസം ആൻഡ് ദെയർ ഡിസപ്പിയറൻസ് ഫ്രം എർത്ത്. അപ്പോൾ ജീവികൾ എണ്ണത്തിൽ കുറഞ്ഞ് അവ ഭൂമിയിൽ നിന്ന് ഇല്ലാകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്റ്റിൻഷൻ. എക്സ്റ്റിൻഷൻ എന്ന് പറഞ്ഞാൽ വംശനാശം എന്ന് പറയും. ചെടികൾ മാത്രമല്ല, പല മൃഗങ്ങളും ഇപ്പം എന്താണ് കാണാതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്താണ് എക്സ്റ്റിൻഷൻ എന്ന് പറഞ്ഞാൽ? ജീവികൾ എണ്ണത്തിൽ കുറഞ്ഞ് അവ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റിൻഷൻ എന്ന് പറയുന്നത്. റിഡക്ഷൻ ഇൻ ദ പോപ്പുലേഷൻ ഓഫ് ആൻ ഓർഗാനിസം ആൻഡ് ദ ഡിസപ്പിയറൻസ്. ഡിസപ്പിയറൻസ് എന്ന് എന്താ? കാണാതാവുക ഫ്രം എർത്ത്. മേജർ റീസൺ ഫോർ ദിസ് ഈസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ നാച്ചുറൽ ഹാബിറ്റേറ്റ് ഓഫ് ദ ഓർഗാനിസം. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണ്? ജീവികളുടെ ഹാബിറ്റേറ്റ് നശിപ്പിക്കുന്നതാണ് അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്നാണ് പറയുന്നത്. അതായത് ആവാസം നശിപ്പിക്കുന്നതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്. ടു സേവ് ഓർഗാനിസം ഫ്രം എക്സ്റ്റിൻഷൻ ദെയർ നാച്ചുറൽ ഹാബിറ്റേറ്റ് മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ്. അതായത് എന്താണ്? അവരുടെ ഹാബിറ്റേറ്റ് സംരക്ഷിക്കേണ്ടത് ജീവികളുടേത് എല്ലാം തന്നെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇവരെ നശിക്കാനുള്ള പ്രധാന റീസൺ എന്താണ്? അവരുടെ നാച്ചുറൽ ഹാബിറ്റേറ്റ് നശിച്ചു പോകുന്നത് കൊണ്ടാണ് അവരുടെ എക്സ്റ്റിൻഷന് ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്, എന്നാൽ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഫൈബ്രസ് റൂട്ട്, ടാപ്പ് റൂട്ട്, പിന്നെന്താണ് പാരലൽ വെനേഷന്, റെക്ടിക്കുലേറ്റ് വെനേഷന്, ഡൈക്കോട്ട്, മോണോക്കോട്ട് തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളൊരു ഭാഗം എന്ന് പറയുന്നത്. നിങ്ങൾ എന്തായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗം ആ ഒരു ഏരിയ ആണ്. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. അതേപോലെ സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. പിന്നെ ഇത്രയേ ഉള്ളൂ. എൻ്റെ ക്ലാസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്